ഗൈസ് ടയേർഡ് എന്ത് എല്ലാം നോക്കി കണ്ടിട്ട് ടയേർഡ് പോലും കണ്ട വീങ്ങിയിട്ടുണ്ടോ പല്ലു വേദന ഗൈസ്. ഞാനല്ല വേറെ ആരെങ്കിലും വയ്ക്കും. അധികം എടുക്കുന്ന കത്തിച്ച ആഫറുണ്ട്. പശു ഇവിടെ മാത്രം എത്ര ഡീസൻ്റാ നോക്കിട്ടെ. കാരണം ഞാനവിടെ ഉണ്ട്. ഹാപ്പി ഓണം. ഈ വർഷത്തെ ഞങ്ങളുടെ ഓണാഘോഷം ആൻറ്റീൻ്റെ വീട്ടിൽ വെച്ച് ചെയ്യാമെന്നാണ് കേട്ടോ നമ്മൾ ഇപ്രാവശ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ തന്നെ എല്ലാവർക്കും കൂടെ പൂവിൻ്റെതും പിന്നെ ഞാൻ ഉള്ളി തക്കാളി അതുപോലുള്ള കട്ടിങ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയ്സിനൊക്കെ ഫുൾ പൂ സെക്ഷനും പൂ ഉതിർത്തിടുക അങ്ങനെയുള്ള പരിപാടികളും ഗേൾസിന് ഫുള്ളായിട്ട് കുക്കിങ്ങിൻ്റെയും അങ്ങനെയാണ് കേട്ടോ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അവർ നന്നായിട്ട് വരയ്ക്കുകയും ഞങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്യുകയും ചെയ്യുന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അവരുടെ പൂ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇവരും കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ നെയ്ച്ചോറിൻ്റെ അരിയില്ലേ അത് കഴുകിയിട്ട് ഉണക്കാനിടുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഞങ്ങൾ അരി കഴുകിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉണക്കിയിട്ടാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കുന്നത്. കാരണം ഡയറക്റ്റ് വെള്ളത്തോടുകൂടെ എണ്ണയിൽ ഇടാറില്ല. അതിൻ്റെ എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ നനവോടെ ഇടുമ്പോൾ പൊട്ടിത്തെറിക്കുന്നത് കൊണ്ടോ അതോ അരി നന്നായിട്ട് ആവില്ല എന്നുള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ചെറുപ്പം മുതലേ ഓണത്തിന് വിഷുവിനൊക്കെ സദ്യക്ക് പകരം ബിരിയാണിയും നോൺ വെജ് ഐറ്റംസും ആണ് കേട്ടോ ഉണ്ടാവാറ്. ഞങ്ങളുടെ വീട്ടിലെന്നല്ല ഞങ്ങളുടെ ഏരിയയിൽ എല്ലാവരുടെ വീട്ടിലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാവുന്നത്. ചെറുപ്പത്തിലായിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും നോൺ വെജിനോടാണല്ലോ താല്പര്യം. അങ്ങനെ ഞങ്ങളുടെ പ്രയോറിറ്റീസ് നോക്കിയിട്ട് വീട്ടിൽ കുക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് കേട്ടോ. കാരണം ഇതുപോലുള്ള ദിവസങ്ങളിൽ അന്നും വെജ് വെക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഞാൻ എൻ്റെ കസിൻസിൻ്റെ ഒക്കെ മുഖം മൊത്തമായിട്ട് പാടും അയ്യോ വെജിറ്റേറിയനോ എന്നുള്ള രീതിയിൽ. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും മാക്സിമം നമുക്ക് വെജിൻ്റെ ഐറ്റംസും ഒക്കെ അല്ലേ തരിക. ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്ത് തുടങ്ങിയ സമയത്താണ് പലരും അതെന്താ സദ്യ ഇല്ലേന്ന് ചോദിക്കുമ്പോഴാണ് അതെന്തുകൊണ്ടാ എന്നുള്ളൊരു തോട്ട് നമുക്കും തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് അവരുടെ സെക്ഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മമ്മ പ്രായമായെന്ന് വെച്ചാൽ ഒരു മൂലയ്ക്ക് ഇരിക്കാനാണെന്നല്ല കേട്ടോ. അമ്മമ്മേൻ്റെ മെയിൻ ഐറ്റംസ് വരുന്നുണ്ട്. പോരാത്തതിന് അമ്മയും ആൻറ്റിയും കൂടിയിട്ട് ചിക്കനൊക്കെ കഴുകി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നേരത്തെ ചർച്ചകൾക്കും കഷ്ടപ്പാടിനും ഒടുവിൽ ഇവരുടെ ഡിസൈനൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവർ പൂവിടാൻ സ്റ്റാർട്ടും ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നേ. ആദ്യത്തെ ഇവരുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ റൗണ്ട് ഷേപ്പിലുള്ളൊരു ഓണത്തിൻ്റെ ഡിസൈനായിരുന്നു കേട്ടോ. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോഴൊക്കെ മാറി അതിനൊരു വാല് പോലെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റോട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള എങ്ങനെയാണ് ഇവരുടെ ഇതെന്നൊക്കെ. അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും എന്താ പറയുക ഡിസൈനും ഡിഫറെൻ്റ് ആയിരുന്നു. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മുടെ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള അടുപ്പ് റെഡിയാക്കുന്നത് ആപ്പൻ്റെ പരിപാടിയായിരുന്നു കേട്ടോ. ഈ വിറക് കത്തുന്നേ ഉണ്ടായിരുന്നില്ല. ഒരുപാട് ശ്രമിച്ചു. കത്തും കിടും അതുപോലെ തീ പിടിക്കാതിരിക്കുക. ഇവിടെയൊക്കെ നല്ല മഴയല്ലേ അതുകൊണ്ട്. അങ്ങനെ അവസാനം ആപ്പം പോയി ഒരു ടൂൾ എടുത്തിട്ട് ഇത് കണ്ടപ്പോൾ വാട്ടൻ ഐഡിയ സർജീവ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ അവസാനം അതിൽ ചെറുതായിട്ട് തീ പിടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചിക്കൻ ഫുള്ള് കഴുകി ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മമ്മയാണെങ്കിൽ ഇതിനകത്ത് ചേർക്കാനുള്ള പച്ചമുളക് പുതിന ആ വക ഐറ്റംസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂവാണെങ്കിൽ ഇപ്പം ഏകദേശം ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പ്രൈസ് വാങ്ങിയ ആൾക്കാർ രണ്ടുപേരും കൂടിയിട്ടാണ് ഈ വരച്ചതും ഇപ്പം ഇതിൻ്റെ ഡിസൈനൊക്കെ ഡിസൈഡ് ചെയ്തതും ഒക്കെ കേട്ടോ. വീണ്ടും ഞങ്ങൾ വന്നപ്പോൾ വീണ്ടും തീയൊക്കെ കെട്ടിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ആപ്പൻ്റെ ടൂളൊക്കെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തപ്പം നന്നായിട്ട് തീ പിടിച്ചു. നല്ലപോലെ കത്താനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഇവർ ഈ ഏകദേശം ഒക്കെ ഫൈനലൈസ് ചെയ്തിട്ട് പൂവിൻ്റെ എന്താ പറയുക ഏതൊക്കെ കളർ എവിടെയൊക്കെ യൂസ് ചെയ്യണമെന്നൊക്കെ ഡിസൈഡ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഈ കാണുന്ന ചിത്രം ഉണ്ടല്ലോ ഇതെൻ്റെ അനിയൻ വരച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എല്ലാവർക്കും വേണ്ടുന്ന ചായ വെള്ളം അതുപോലുള്ള ഐറ്റംസൊക്കെ അമ്മമ്മ സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ ഈ ഐറ്റംസ് നമ്മുടെ കട്ടിങ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മെയിനായിട്ട് കുക്കിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യാൻ പോവായിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മുടെ അടുപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാനും വിവി വിത്ത് ക്യാമറ അവിടെ റെഡി ആയി നിൽപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുമായിരുന്നു ഇത് ഞാനൊന്നല്ല ചെയ്യുന്ന ആൻറ്റിയും അമ്മയൊക്കെ ആയിരിക്കും ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് ഇത് ഇതിനകത്ത് ഒഴിക്കുന്നൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കായിരുന്നു കേട്ടോ വിവിക്ക്. അതുപോലെ എൻ്റെ എണ്ണ ഒഴിക്കുന്ന ആക്ഷൻസും ഒക്കെ ആയിരുന്നു ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും വരട്ടെ, ഞാൻ ഒഴിച്ചത് കൊളാവണ്ട എന്നുള്ള മൈൻഡ് സെറ്റായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ പെട്ടുപോയി ഗൈസ്. ഇതെടുത്ത് നിന്നതുകൊണ്ട് തന്നെ ഇതെൻ്റെ തലയിലായോ എന്ന് എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കുക്കിംഗ്. നമ്മളിവിടെ ചെയ്യുന്നത് കുറച്ച് നെയ്യും ഒരു 1/2 ലിറ്റർ നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ റൈസ് വറക്കുന്നത്. അങ്ങനെ എണ്ണ ചൂടായതിന് ശേഷം പട്ട, ഗ്രാമ്പു, ആ വക ഐറ്റംസ് ഇല്ലേ, അതാണ് അടുത്തത് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ജസ്റ്റ് കുറച്ച് പേർക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ള പരിചയമല്ലാതെ ഇത്രയും പേർക്ക് ഒരുമിച്ച് ഇതുപോലെ അടുപ്പിലൊന്നും ഉണ്ടാക്കിയിട്ടുള്ള പരിചയമൊന്നും ഇല്ല കേട്ടോ. ബട്ട് സ്റ്റിൽ നമ്മളാണല്ലോ കഴിക്കേണ്ടതെന്നുള്ള കൊളാവില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ അങ്ങ് തുടങ്ങിയതാണ്. ഈ കാണുന്ന ഹാൻഡിലിന് എന്തൊരു വെയിറ്റ് ആയിരുന്നു എന്നറിയോ. അങ്ങനെ ആ വക സാധനങ്ങളൊക്കെ ഒന്ന് വഴഞ്ഞ് മുരിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ അരിയാണ് കേട്ടോ അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ആഡ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ല, കുറച്ച് പോയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അരിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ആ നെയ്യിൻ്റെ കൂടെ ഒന്ന് വറുത്തെടുക്കണം. ഞാൻ അന്ന് വേറൊരു നെയ്ച്ചോറിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ആ അരി ഒന്ന് ഇങ്ങനെ നല്ല വറവ് പോലെ ആയിട്ട് ഒന്ന് നമ്മളെടുത്ത് കടിക്കുമ്പം ചെറുതായിട്ടൊന്ന് പൊട്ടുന്ന രീതിയിൽ വേണം. ഇതിനകത്ത് കുറച്ച് നെയ്യ് കുറവാണെന്നുള്ളത് കൊണ്ട് വീണ്ടും കുറച്ചും കൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മഞ്ജു വാര്യറിൻ്റെ ഒരു ആഡ് ഉണ്ടായിരുന്നില്ലേ, ഈ GRB നെയ്യിൻ്റെത്, മറ്റേ പശു എവിടെ എന്ന് ചോദിച്ച് നടക്കുന്നത്, ആ ഒരു ആഡ് പറഞ്ഞാണ് നമ്മളിപ്പോൾ കോമഡി പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ ചെയ്യുമ്പോൾ വിവിയാണ് വീഡിയോ എടുത്ത് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ ഉപ്പിടുന്നതും എണ്ണ ഒഴിക്കുന്നതും കാര്യത്തിൽ ഭയങ്കര എന്താ പറയുക, പോരാന്ന് തോന്നുന്ന ഒരു തോട്ട് വരുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും നെയ്യും ഉപ്പും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നോക്കി ആഡ് ചെയ്ത് കൊടുക്കുന്ന സ്വഭാവമുണ്ട്. അങ്ങനെ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്താണ്. ഇതിൽ കുറവൊന്നും ഉണ്ടായിട്ടില്ല, കുറച്ചും കൂടെ വേണം എന്നുള്ള എൻ്റെ തോട്ട് കൊണ്ട് ഞാൻ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തതായിരുന്നു കേട്ടോ. പിന്നെ വീണ്ടും നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് ആ അരി ഒന്ന് പാകമായതിന് ശേഷം വെള്ളം ഒഴിക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോഴേക്കും ആൻറ്റി വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ പോയിട്ടുണ്ട്, ആൻറ്റി അമ്മയും കൂടെ. പിന്നെ ഞാനൊന്ന് നന്നായിട്ട് വറുത്ത് നമ്മുടെ ഏകദേശം അരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നന്നായിട്ട് ആ എല്ലാം നെയ്യും എണ്ണയും ഒക്കെ കൂടെ മിക്സായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്ന പോലെയല്ല, നമ്മൾ ഈ അടുപ്പിൻ്റെ അടുത്ത് വയ്ക്കുമ്പോൾ ഭയങ്കര എഫേർട്ട് വേണം കേട്ടോ. അങ്ങനെ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇത് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 കപ്പിന് 2 കപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ വെള്ളം എടുക്കില്ല, ആ സെയിം അളവിൽ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ നമ്മൾ ഇവിടെയും വെള്ളം എടുത്തിട്ടുള്ളത്. അതുപോലെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കുകയാണ് കേട്ടോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ വിവിക്ക് ഈ കിണർ ഇതുപോലുള്ള നമ്മുടെ നാട്ടിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് കേട്ടോ. അങ്ങനെ വിവി പോയിട്ട് എടുത്ത വീഡിയോ ആണ് ഇത്. ഇതാണ് ആൻറ്റിയുടെ വീട്ടിലെ കിണർ. ഇപ്പം മഴയൊക്കെ പെയ്തിട്ട് മൊത്തം എന്താ പറയുക ചെടിയൊക്കെ വളർന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ചുറ്റും. സാധാരണ വെള്ളം ആ മേൽപ്പടവ് വരെ ഉണ്ടാവാറുണ്ട്. ഇപ്പം എന്തോ കുറഞ്ഞ് നമ്മുടെ വയലാണല്ലോ അടുത്ത്, അതുകൊണ്ട് വലിഞ്ഞെന്തോ പോയേക്കുന്നതാണേ. അപ്പോഴേക്കും ഇവരുടെ പൂ ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് ഇതുവരെ. ഇനി സർക്കിളാണ് ഇവർ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ സർക്കിൾ ഇട്ടപ്പോൾ ആ ഒരു പൂവും ഇതും തമ്മിൽ മാച്ച് വരുന്നില്ല എന്നുള്ളത് കൊണ്ട് അതൊന്ന് മാറ്റി നമ്മൾ വാല് പോലെ ആക്കിയിട്ടുണ്ടായിരുന്നേ. ഈ സമയത്തേക്ക് നമ്മുടെ റൈസ് ഫുള്ളായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ റൈസിൻ്റെ പരിപാടി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ബിരിയാണി മസാല ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ആ ചിക്കനിലേക്ക് അമ്മ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നുണ്ടായിരുന്നത്. എല്ലാം കൂടെ ഇട്ടിട്ട് ഫസ്റ്റ് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം വെക്കും കേട്ടോ ചിക്കൻ ഇവിടെയൊക്കെ, എന്നിട്ടാണ് പിന്നെ കുക്ക് ചെയ്യുന്നത്. ഇവിടെ നിന്നല്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ചിക്കൻ്റെ മാരിനേഷനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് എന്തായി കംപ്ലീറ്റ് ആയോ എന്നുള്ളൊരു തോട്ട് ഇപ്പോഴാണ് വന്നത്. അങ്ങനെ ഞാൻ നേരെ ചെന്ന് നോക്കി, അപ്പോഴേക്കും അവരതിൻ്റെ ആ ന്യൂ ഡിസൈനും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പൂവിൻ്റെ ഏകദേശം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഇത് എന്താ പറയുക, ഒരു 3D പോലെ വരുന്ന ഒരു ഡിസൈനായിട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. സെൻറ്ററിൽ ഇങ്ങനെ ചെറുതായിട്ടും വലുതായിട്ടും അങ്ങനെയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു.
അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ മസാലയ്ക്കുള്ള പ്രിപ്പറേഷനാണ്. അതിലേക്ക് നമ്മൾ പുതിയൊരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മുടെ സൺഫ്ലവർ ഓയിലൊന്ന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഞാൻ പറയുന്നുണ്ട് ഞാൻ കട്ട് ചെയ്ത ഉള്ളി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഉള്ളി ആഡ് ചെയ്തു. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത് മസാലയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോഴേക്കും ആപ്പം വന്നപ്പോൾ ആപ്പം ചോദിച്ചു ഈ ഉള്ളി മതിയാവുമോ മസാലയ്ക്ക്. അങ്ങനെ ഞങ്ങൾക്ക് വീണ്ടും ഒരു കൺഫ്യൂഷൻ വന്നു. അയ്യോ സ്പെഷ്യലിസ്റ്റ് എന്നോ ഒരു 5 ഉള്ളിയും കൂടെ കട്ട് ചെയ്ത് ആഡ് ചെയ്യാമെന്നും പറഞ്ഞാൽ ആൻറ്റി പോയി. ആ സമയത്ത് ഇളക്കാനുള്ള പരിപാടി ആപ്പൻ്റെ കയ്യിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സമയം ഇളക്കിയതിന് ശേഷം വീണ്ടും ആപ്പൻ എനിക്ക് തന്നു. പിന്നെ ഞാനായിരുന്നു ഫുള്ള് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഇളക്കൽ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടി ആയതുകൊണ്ട് തന്നെ ഞാനത് സന്തോഷപൂർവ്വം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആൻറ്റി ഉള്ളി കട്ട് ചെയ്ത് തരാൻ ഞാൻ ആഡ് ചെയ്യുക അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും അമ്മയും കൂടെ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സമയം ഇളക്കുന്നത് കാരണം ഈ നല്ല പുകയും അതുപോലെ സ്കേർട്ട് ഇട്ടതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടും അടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഓരോ ആൾ മാറി മാറിയാണ് കേട്ടോ ഇളക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ഇത് കത്തുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇത് കത്തിക്കാനുള്ള തത്രപ്പാടില്ലായിരുന്നു കേട്ടോ. ആൻറ്റി ഉണ്ടായിരുന്നേ. അതിനുശേഷം ഇവരെല്ലാവരും കൂടെ അകത്തേക്ക് പോയപ്പോൾ പിന്നെ എൻ്റെ കുക്കിംഗ് കഴിവ് പുറത്തെടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കിട്ടിയ കുറച്ച് ഉപ്പൊക്കെ വാരിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനെന്തോ വലിയ കുക്കാണെന്നുള്ള സംഭവത്തിലാണ് കേട്ടോ ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോഴേക്കും ആൻറ്റി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മല്ലി പുതിന പച്ചമുളകൊക്കെ കൂടെ അരച്ചൊരു മിക്സ് ഇതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ വക സാധനങ്ങൾക്ക് ഞങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ ഒന്നും കണക്ക് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും നമ്മുടെ ഒരു കൈ പക്വം ഉണ്ടല്ലോ അതിനനുസരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആഡ് ചെയ്യുമ്പോൾ ആൻറ്റീൻ്റെ മുഖത്തും ആൻറ്റി ആഡ് ചെയ്യുമ്പോൾ എൻ്റെ മുഖത്തും നോക്കി ഓക്കെ അല്ലേ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി വീണ്ടും അങ്ങോട്ട് മിക്സിങ് പരിപാടിയാണേ. ഫുള്ളായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പിടുന്ന കണ്ടുവന്ന അങ്കിള് പറയാണ് ദേ തുഷാരി നീ ഒന്ന് നോക്കി ഇവളെന്തൊക്കെയോ വാരിക്കോരി ഇതിലിടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തക്കാളിയും കൂടെ ആഡ് ചെയ്ത് അപ്പോഴേക്കും ആൻറ്റി എല്ലാ പൊടികളും എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി ചെയ്യാറെന്ന് പറഞ്ഞാൽ ഉള്ളിയും ഈ ആഡ് ചെയ്തേക്കുന്ന പേസ്റ്റൊക്കെ വഴണ്ട് കഴിയുമ്പോഴാണ് നമ്മൾ മസാലയൊക്കെ ആഡ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഈ നമ്മൾ അടുപ്പിലല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ തീ കൂട്ടിയായിരിക്കുമല്ലോ ഇരിക്കുക. അതുകൊണ്ട് തക്കാളി വെന്തതിന് ശേഷം ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് തക്കാളി ആഡ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഉള്ള മസാലാസൊക്കെ ആഡ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് വേണ്ടിക്ക് അളവൊന്നും അറിയില്ല, എന്നാലും എല്ലാ ഐറ്റംസും ഞങ്ങൾ വാരിക്കോരി ഇടുന്നുണ്ട്. പക്ഷെ ഫൈനൽ റിസൾട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത്രയും പേർക്ക് കുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മെയിൻ ഐറ്റം ഞാനൊന്നുമല്ല ആൻറ്റിയാണ് കേട്ടോ. എൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് അവിടെ നിന്ന് ഇളക്കുക, പിന്നെ ഈ ഓൾറെഡി റെഡി ആയിട്ടുള്ള ഐറ്റംസ് കൊണ്ടുവന്നിട്ട് അതിനകത്തേക്ക് തട്ടുക എന്നുള്ളതാണ്. അപ്പോഴേക്കും എല്ലാ മസാലകളും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉള്ളി തക്കാളിയൊക്കെ. അടുത്തത് നമ്മുടെ ആഡ് ചെയ്യുന്നത് ചിക്കനാണേ. ചിക്കൻ നമ്മൾ 2 സെക്ഷനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ എല്ലാ ചിക്കനും കൂടെ ആഡ് ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു, അല്ലുവും ചക്കുവും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവർ കുറേ സമയത്തിന് ശേഷം ഇപ്പോഴാണ് ഇവിടെ അടുപ്പൊക്കെ കൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ വന്നിട്ടുണ്ടായിരുന്നേ. ഇതാണ് കേട്ടോ നമ്മുടെ മസാലയുടെ ഇവിടെ ഒരു സംഭവം ഉണ്ടായി. ഇളക്കുമ്പം ഈ പാത്രം ഉണ്ടല്ലോ ആ അടുപ്പിനേക്കാളും കുറച്ച് ചെറുതാണ്. ഒന്ന് ജസ്റ്റ് മിസ്സിനെങ്കിൽ ഇപ്പം എല്ലാം കൂടെ അടുപ്പിലേക്ക് പോകുമായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ടേക്ക് ആൻറ്റി അത് പിടിച്ചിട്ടാണ് കേട്ടോ ഇളക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. ഒന്നിക്ക് ആൻറ്റി പിടിക്കും ഞാൻ ഇളക്കും, അല്ലെങ്കിൽ ആൻറ്റി ഇളക്കും ഞാൻ പിടിക്കും, അങ്ങനെയായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഇത് ഉറപ്പായിട്ടും ആ വഴി എന്താ പറയുക കുറച്ചെങ്കിലും അടുപ്പിലേക്ക് വീഴും എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് ചിക്കനൊക്കെ നന്നായിട്ട് എന്താ പറയുക മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള മല്ലി പുതിന ഒക്കെ കൂടെ എടുക്കാനായിട്ട് ആൻറ്റി പോയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഇല ആയിട്ട് ആഡ് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഗരം മസാല പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായില്ലായിരുന്നു, കാരണം അത് ആൻറ്റി സെപ്പറേറ്റ് പൊടിക്കുകയാണ് കേട്ടോ ചെയ്തത്. അതാണ് ആൻറ്റീൻ്റെ സീക്രട്ട് റെസിപ്പി എന്നാണ് ആൻറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് പൊടിച്ച് വരുന്നത് വരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. ഇവരും കുറേ കോപ്രായങ്ങളൊക്കെ കാണിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് ആൻറ്റി മറ്റേ പുതിനയും മല്ലിയും കൂടെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ അടച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഫൈനലി ഫുൾ മിക്സ് കഴിഞ്ഞിട്ട് ആൻറ്റി എന്താ പറയുക തലങ്ങും വിലങ്ങും നിന്ന് മിക്സ് ചെയ്തിട്ട് മസാല ഫുള്ളി മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വയ്ക്കും കേട്ടോ.
ഇനി എൻ്റെ അമ്മമ്മേൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് കേട്ടോ. പായസം, പ്രഥമനും പാൽപ്പായസമാണ്. അങ്ങനെ 2 പായസമാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈ പണിയൊക്കെ ചെയ്യുമ്പോഴേക്കും അമ്മമ്മേൻ്റെ പായസം ഏകദേശം വെന്തൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് വറവിടേണ്ട പരിപാടി, അതിനുള്ള സാധനമാണ് കേട്ടോ ഇവർ കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് പോരാത്തതിന് ആൻറ്റി ഇനി സൈഡ് ഡിഷായിട്ടുള്ള റോസ്റ്റും കൂടെ റെഡിയാക്കുന്നുണ്ട്. അതിനുള്ള ഉള്ളിയൊക്കെ ആഡ് ചെയ്ത് അതിനുള്ള കുക്കിംഗ് ആണ് ആൻറ്റി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ വർക്ക് ഏരിയയിലുള്ള അടുപ്പാണ് കേട്ടോ. ഈ പഴക്കൊല കാണാൻ നല്ല ഭംഗിയില്ലേ? ഇത് ഇവിടെ തന്നെ വിളവെടുത്തിട്ടുള്ള സാധനമാണ്. ബിരിയാണീൻ്റെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ ഈ അമ്മ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെൻ്റെ ഫേവറേറ്റ്. ഇതുണ്ടെങ്കിൽ ബിരിയാണി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ കുറച്ചൊരു ബാക്കോട്ട് അടിക്കും. പപ്പടം ഉണ്ടായാലും മതി. പിന്നെ രാവിലെ ഉണ്ടാക്കിയ ഉപ്മാവ്, ഇതിൻ്റെ ഇടയിൽ എനിക്ക് വിശന്നപ്പോൾ ഞാൻ കുറച്ചെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും ഈ മസാല ഒന്ന് ഓപ്പൺ ചെയ്ത് നമ്മൾ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ആൻറ്റി സ്പെഷ്യലായിട്ട് പൊടിച്ച മസാലയാണ് കേട്ടോ ഇത്. അതാണ് നമ്മൾ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ വീണ്ടും കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെന്തോ നോക്കുന്ന പരിപാടിയാണ് കേട്ടോ. എന്നാൽ അടുപ്പ് വീഴാതിരിക്കാൻ വേണ്ടി ഞങ്ങളൊന്ന് സ്ട്രോങ് ആയിട്ട് പിടിച്ചതാണ്. അപ്പം അതിൻ്റെ വേവ് നോക്കിയപ്പോഴേക്കും ഏകദേശം നല്ലതായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യുന്ന കഥ പറയുമ്പോഴേക്കും അകത്തിന്ന് വിളിച്ചു പറയാം, നിങ്ങളും മാത്രം ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അത് കേട്ടിട്ടുള്ള ശരിയാണ് കേട്ടോ ഇത്. അതിനുശേഷം വീണ്ടും ഇളക്കാൻ ആൻറ്റി വഹിച്ചു, ഇത് മതി ഇനി ഇളക്കണോ എന്നുള്ള അങ്ങനെ കുറേ കോമഡിയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു കേട്ടോ ഈ കാണുന്നത്. ആൻറ്റി ഇത് പിടിച്ചോട്ടെ, ആൻറ്റി ഇളക്കുന്ന ആൻറ്റിൻ്റെ ഉയ്യൻ്റമ്മ വിളി എന്തിനുള്ളതാണെന്നറിയും. ഇവളിത് മൊത്തത്തിൽ അടുപ്പിലേക്ക് കളയോ എന്നുള്ള ഇതിൻ്റെ വിളിയാണ് കേട്ടോ ആ കണ്ടത് നിങ്ങൾ. ഇനി എല്ലാം മിക്സും കഴിഞ്ഞ് മസാലയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ ആൾക്കാർക്കായിട്ട് അടുത്ത് ടേസ്റ്റ് കൊടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും എന്താ പറയുക ഓക്കെ എന്നുള്ള ഒരു ഫീൽ വന്നിട്ടുണ്ട്. മസാലയൊക്കെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഇനി ഈ മസാലയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഇനി രണ്ടും കൂടെ മിക്സ് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ അടുത്തത്. ദെൻ നമുക്ക് ദമ്മിടണമല്ലോ, അതിൻ്റെ പരിപാടികൾ. ഇതിൻ്റെ പാരലായിട്ട് ആൻറ്റിൻ്റെ റോസ്റ്റ് പരിപാടികളിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് കേട്ടോ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. അതും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം എല്ലാ ഐറ്റംസ് റെഡി ആയിട്ടുണ്ട്. റെഡിയാവുന്ന ഐറ്റംസ് ഞങ്ങൾ ടേബിളിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻറ്റി അവിടെ നിന്ന് റോസ്റ്റ് എടുത്ത് ടേബിളിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് അമ്മ ഉണ്ടാക്കിയ സാലഡും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചമ്മന്തി ഇല്ലേ, നമ്മുടെ ബിരിയാണിയുടെ ചമ്മന്തി, അതുമാണ് കേട്ടോ. പിന്നെ ഇതേ സമയം തന്നെ അമ്മമ്മ പാൽപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. നല്ല വീട് മൊത്തത്തിൽ നമുക്ക് ഫുൾ എല്ലാ ഐറ്റംസിൻ്റെ സ്മെല്ല് അടിച്ച് കയറായിരുന്നു. ഇത് നമ്മുടെ പ്രഥമനിലേക്ക് വഴറ്റിയിടാനുള്ള തേങ്ങയാണ് കേട്ടോ ആൻറ്റി കട്ട് ചെയ്യുന്നുണ്ടായിരുന്നേ. സ്വയം ഉണ്ടാക്കിയ സാലഡ് ടേസ്റ്റ് നോക്കിയിട്ട് വാട്ട് എ ടേസ്റ്റി എന്ന് പറയുന്ന രംഗങ്ങളാണ് നിങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ഗെറ്റ് ടുഗെദറിൽ എത്ര മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. Salad and chamandi and salad side dishes. സ്പെഷ്യൽ. അങ്ങനെ പായസവും കൂടെ റെഡിയായി. ഇപ്പം ഏകദേശം എല്ലാം റെഡിയായി. ഇനി ദമ്മിട്ടാൽ മതി എന്നുള്ള അവസ്ഥയിൽ ഞാൻ കുറച്ചൊന്ന് പുറത്ത് വരലിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വിവിൻ്റെ കൂടെ. എന്ത് എല്ലാം നോക്കി കണ്ടിട്ട് ടയർഡ് പോലും അല്ലേ? കണ്ട വീങ്ങിയിട്ടുണ്ടോ? പല്ലുവേദന ഗൈസ്. അങ്ങനെ നമ്മുടെ ഫൈനൽ ദമ്മടൽ പരിപാടിയാണ് കേട്ടോ അടുത്ത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എന്താ പറയുക അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു കേട്ടോ ചിക്കൻ. അതിൻ്റെ മേലെ തന്നെ നമ്മൾ ദമ്മിട്ടിട്ട് താഴെയും മേലിനും കൂടെ എന്താ പറയുക നമ്മുടെ ഈ ചൂട് കൊടുത്തിട്ട് ഫുള്ളി ദം ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ആൻറ്റി അമ്മയും കൂടെ ചോറ് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഇടുക. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പോരാത്തിന് ഈ നമ്മുടെ കയ്യിലില്ല അതിനും ഒടുക്കത്തെ വെയിറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ എന്താ പറയുക ഇങ്ങനെ ഇടാനും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ രണ്ടുപേരും കൂടെ നല്ല രീതിയിൽ അത് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഫൈനലി ബിരിയാണീൻ്റെ മേലെയുള്ള ഡെക്കറേഷനുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഈ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഉള്ളി, കാഷ്യൂ, മുന്തിരി ഇതൊക്കെ കൂടെ മേലെ ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ ഈ മല്ലി ഉണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ദം ചെയ്യാണ് കേട്ടോ ഇനി ചെയ്യുന്നത്. ദമ്മിടാനായിട്ട് അടിയിൽ നിന്ന് നമ്മുടെ കനലെടുത്തിട്ട് മേലെ ഇടണമല്ലോ, അതിനുള്ള കൈക്കോട്ടാണ് ആൻറ്റി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് അടിയിൽ നിന്ന് കുറച്ച് കനലെടുത്തിട്ട് മേലെ ഒന്ന് ആഡ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മേലെ നമ്മുടെ എന്താ പറയുക ഈ ഇടിക്കില്ലേ നമ്മുടെ ഏലക്കൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള സാധനം കൂടെ എടുത്തൊന്ന് വെയിറ്റിന് വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ടുള്ളത് കാത്തിരിപ്പാണ് കേട്ടോ. ബിരിയാണി എപ്പോൾ റെഡിയാവുന്നുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇനി നമ്മൾ റെഡി ആവാൻ പോവാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സെറ്റ് സാരി. ഈ ബ്ലൗസാണ് കേട്ടോ ഞാൻ പോത്തീസിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വിവിക്ക് മുണ്ടും ഷർട്ടും. പക്ഷേ ഇത് ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ അതിന് പകരം വിവിൻ്റെ കൂടെ മാച്ചിങ് ആണ് ഞാൻ അന്ന് എടുത്തില്ലേ ആ ഡ്രസ്സാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെയൊക്കെ ഫോട്ടോഷൂട്ടും ഫോട്ടോ സെക്ഷൻസ് ആയിരുന്നു നമ്മൾ ഓണത്തിൻ്റെ അവിടെയൊക്കെ നിന്നിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ ബിരിയാണി കഴിക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പുറത്തിരുന്ന് ഫുഡ് കഴിക്കാനാണ് കേട്ടോ വിചാരിച്ചിരുന്നത്. ആൻറ്റീൻ്റെ വീട് ഞാൻ പറഞ്ഞില്ലേ ഫുള്ള് ഗ്രീനൊക്കെ ആയിട്ട് നല്ലൊരു റിസോർട്ട് ടച്ചൊക്കെ വരുന്നൊരു സ്ഥലമാണ് ആൻറ്റീൻ്റെ വീട്. അപ്പോൾ അവിടെ നിന്ന് പുറത്തിരുന്ന് കഴിക്കാനാണ് കുറച്ചുകൂടെ ഭംഗി. അങ്ങനെ നമ്മൾ ദമ്മൊക്കെ പൊട്ടിച്ചു. ഇനി ബിരിയാണി മിക്സിങ് ഒക്കെ ചെയ്ത് ഫുള്ളായിട്ട് സെർവ് ചെയ്യുക, കഴിക്കാമെന്നാണ് കേട്ടോ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ പ്രാവശ്യത്തെ ഓണം എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിരുന്നു. നല്ല വർക്കും നല്ല എഫേർട്ടും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ നമ്മൾ ഫൈനലി ഒന്ന് ആ ഡേനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് മെമ്മറീസും ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബിരിയാണീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ബിരിയാണി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളാണോ വെച്ചത് എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകുന്ന രീതിയിലുള്ള നല്ല അടിപൊളി ബിരിയാണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും നമ്മുടെ ബിരിയാണി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അടുത്തത് ഇവരൊക്കെ ഫുഡ് കഴിക്കുമ്പോഴേക്കും ഇവർക്കുള്ള പായസം നമ്മളെടുത്ത് സെർവ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ പാൽപ്പായസം മാത്രം അപ്പവും അബിയേട്ടനും അല്ലും കൂടെ ഇലയിൽ കഴിക്കും, ബാക്കി എല്ലാവരും ഗ്ലാസ്സിൽ കഴിക്കും എന്ന് പറഞ്ഞോണ്ട് എല്ലാവർക്കുള്ള പ്രഥമൻ സെപ്പറേറ്റ് ഗ്ലാസ്സിൽ, എല്ലാവർക്കുള്ള പാൽപ്പായസം സെപ്പറേറ്റ് ഗ്ലാസ്സിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും എല്ലാവരുടെ ഫുഡ് അടി പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. പായസമൊക്കെ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അടുത്തതെന്ന് പറയുന്നത് ലേഡീസ് സെക്ഷനാണ് കേട്ടോ. അപ്പം അമ്മ, ഞാൻ, ആൻറ്റി എല്ലാവരും കൂടെ ഇരുന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ നമുക്ക് വേണ്ടി സെർവ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്രാവശ്യത്തെ ഓണം നമ്മൾ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വീണ്ടും ഒരു ഹാപ്പി ഓണം. ഈ വീഡിയോ ഓണമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്, എന്നാലും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇനി ഈ വർഷം നല്ല അടിപൊളിയായിട്ട് കളർഫുള്ളായിട്ടിരിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.